തിരുവനന്തപുരം അമ്പലമുക്കിൽ അലങ്കാരച്ചെടിക്കടയിലെ ജീവനക്കാരി വിനിതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി വ്യാഴാഴ്ച. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, അപ്പോൾ ശിക്ഷാവിധി വ്യാഴാഴ്ചയാണ് ഉണ്ടാവുക അല്ലേ? ഷഫീദ് റാവുത്തർ, ഷഫീദിന് കേൾക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്നു. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധി പറയുക. അത് ശിക്ഷാവിധി വ്യാഴാഴ്ചയാണ് ഉണ്ടാവുക. കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് 2022 അലങ്കാര ചെടിക്കടയിലെ ജീവനക്കാരിയായ വിനിതയെ പ്രതി കുത്തി കൊലപ്പെടുത്തിയത്. അതിനുശേഷം ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസ് കൂടിയാണിതെന്ന പ്രത്യേകതയുമുണ്ട്. വളരെയേറെ വെല്ലുവിളികളെ അതിജീവിച്ചാണ് പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, കേൾക്കാമെങ്കിൽ പറയൂ കൂടുതൽ വിവരങ്ങൾ. വളരെ വിശദമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി അമ്പലമുക്ക് വിനീത കൊലപാതക കേസിൽ വിധി പറയാൻ 24 വ്യാഴാഴ്ചയിലേക്ക് മാറ്റിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ കോടതി ഈ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുമ്പോൾ പ്രതിയുടെ മാനസിക നിലയും മുൻകാല ക്രിമിനൽ പശ്ചാത്തലവും വിശദമായി മനസ്സിലാക്കാൻ 7 റിപ്പോർട്ടുകൾ തേടിയിരുന്നു. തിരുവനന്തപുരം, കന്യാകുമാരി ജില്ലാ കളക്ടർമാർ, ജയിൽ മേധാവിമാർ, സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ് അടക്കമുള്ള ആളുകളുടെ 7 റിപ്പോർട്ടുകളാണ് തേടിയത്. ആ റിപ്പോർട്ട് അടക്കം ഇന്ന് കോടതിക്ക് മുൻപിലെത്തി. ചില വിചിത്രമായിട്ടുള്ള വാദങ്ങളടക്കം ഇന്ന് പ്രതി രാജേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് കോടതിയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതി പ്രതിയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 70 വയസ്സുള്ള അമ്മയെ നോക്കണമെന്ന് പ്രതി രാജേന്ദ്രൻ പറഞ്ഞു. പോലീസിനെ ഭയന്ന സഹോദരനും സഹോദരിയും അമ്മയെ സഹായിക്കില്ല. താൻ എയ്ഡ്സ് രോഗികളെ ശുശ്രൂഷിക്കുമായിരുന്നുവെന്നും പാവപ്പെട്ട കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുമായിരുന്നു എന്നുള്ള കാര്യം കൂടി ഇക്കാര്യത്തിൽ പ്രതി രാജേന്ദ്രൻ കോടതിയോട് അറിയിച്ചു. അതിനുശേഷം കോടതി പശ്ചാത്താപമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രാജേന്ദ്രൻ മറുപടിയായി പറഞ്ഞത്, ഒരു തെറ്റും ചെയ്യാത്തത് കൊണ്ട് പശ്ചാത്താപമില്ല. ഇവിടെ അല്ലെങ്കിൽ ഉയർന്ന കോടതിയിൽ നിരപരാധിയാണെന്ന് തെളിയും. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കണമെങ്കിൽ കോടതി ശിക്ഷിക്കാമെന്നടക്കമുള്ള കാര്യങ്ങൾ പ്രതി രാജേന്ദ്രൻ കോടതിയോട് പറഞ്ഞു. അതിനുശേഷമാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം സലാഹുദ്ദീൻ ശക്തമായിട്ടുള്ള മറുവാദം ഈ വിഷയത്തിൽ ഉയർത്തിയത്. പ്രതി കൊടും കുറ്റവാളിയാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. നിരപരാധികളെ ദാരുണമായ അന്ത്യത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഏകമാർഗം വധശിക്ഷയാണ്. മുൻപും തമിഴ്നാട്ടിൽ പ്രതി 3 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന് അറിയാവുന്ന പരിചയമുള്ള ഒരാളെ, അയാളുടെ ഭാര്യയെ, അയാളുടെ മകളെ എന്നിവരെയാണ് കൊലപ്പെടുത്തിയത്. അതിൽ ഈ പ്രതി നടത്തിയിട്ടുള്ള 4 കൊലപാതകങ്ങളിൽ 3 പേരും സ്ത്രീകളാണെന്നുള്ള കാര്യം കോടതി പ്രത്യേകമായി പരിഗണിക്കണം എന്നുള്ള കാര്യവും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയെ അറിയിച്ചു. മാത്രവുമല്ല, പ്രതിയുടെ പ്രവൃത്തി അത് അതിക്രൂരവും പൈശാചികവും സമൂഹത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടി പ്രോസിക്യൂഷൻ ഇന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ട്. ഏതായാലും പ്രോസിക്യൂഷന്റെ വാദം ശക്തമാണ്. ഈ പ്രതി കുറ്റം ചെയ്തു നേരത്തെ കണ്ടെത്തി. അതിനപ്പുറത്തേക്ക് സാഹചര്യ തെളിവുകൾക്ക് അപ്പുറത്തേക്ക് ചില CCTV ദൃശ്യം അടക്കമുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിൽ പ്രതി രാജേന്ദ്രനെതിരായി കോടതിയിൽ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്ന പ്രോസിക്യൂഷൻ വാദവും ഒരുപക്ഷെ കോടതി പരിഗണിച്ചേക്കാം. 24-ാം തീയതി വ്യാഴാഴ്ച അമ്പലമുക്ക് വിനീത കൊലപാതക കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി വിധി പറയും. സ്മിത, വ്യക്തമാണ്. ഷഫീദ് റാവുത്തറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്.